ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിന്റെ 4th എപ്പിസോഡാണ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സാനിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള യങ്ങിന്റെ ഫാദർ ആയിട്ടുള്ള ടേസിക്കിന്റെ മരണത്തിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനും അതിനിടയിൽ തന്നെ അദ്ദേഹം സാനിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള യൂജിനെയും അവന്റെ ഫ്രണ്ടിനും വേണ്ടിയിട്ട് ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു വിവരവും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൽ സ്റ്റാർട്ടിങ്ങിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ആക്ട്രസിനെ കാണിക്കുന്നുണ്ട്. അവൾ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന സമയത്ത് ആരോ ഒരാൾ സീക്രട്ട് ആയിട്ട് അവളുടെ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം ആ ഒരു ഫിലിം ആക്ട്രസ് കുളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ ബാത്ത് ടബിൽ മരിച്ചു കിടക്കുന്ന ഒരു ന്യൂസാണ് നമ്മൾ അറിയുന്നത്. ഇതേ സമയം സാനിനെ കാണിക്കുകയാണെങ്കിൽ അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള യങ്ങിന്റെ ഒപ്പം അവളുടെ അച്ഛനായിട്ടുള്ള ടേസിക്കിന്റെ ഫേക്ക് പാസ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ അവർ എത്തിയിരിക്കുകയാണ്. എന്തിനാണ് യൂജിനും അവന്റെ ഫ്രണ്ടിനും വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി ടേസിക്ക് ക്രിയേറ്റ് ചെയ്തെന്ന് അറിയാനായിട്ട് രണ്ടുപേരും ഒരുപാട് ക്യൂരിയസ് ആണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഇനി അതും അവർക്ക് മുമ്പ് കിട്ടിയ പോലെ തന്നെ എന്തെങ്കിലും സീക്രട്ട് മിഷൻ ആയിരിക്കുമെന്ന് കരുതി സാൻ ഒന്ന് സമാധാനിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹ്യങ്ങിനാകട്ടെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ഇതൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ആണെന്ന് ചോദിച്ച് അവർക്കൊരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ അവർ 3 പേരും കൂടിയിട്ട് ആ ഒരു ലേഡി കൊടുത്ത ആ ഒരു അഡ്രസ്സിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലേഡി ശരിക്കും ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വിമൺ ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവളെ തന്നെ മൂൺ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ആക്സിഡന്റിലാണ് തനിക്ക് തന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ അവൾ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഹെൽപ്പ് ചോദിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അവളുടെ ബ്രദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള മോഡൽസിനെയൊക്കെ കൊന്നതിന്റെ പേരിൽ മൂണിന്റെ ബ്രദറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവൻ കറന്റ് ജയിലിലാണ് ഉള്ളത്. പക്ഷെ മൂണിന്റെ ബ്രദർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും മാത്രമല്ല അന്ന് അവൻ ആ ഒരു മോഡലിനെ കൊന്നു പറയപ്പെടുന്ന രാത്രി അവൻ ശരിക്കും ഈ ഒരു വീട്ടിലുണ്ടായിരുന്നുവെന്നും അതിന് ഞാനാണ് വിറ്റ്നസ് എന്ന് അവൾ പറയുന്ന സമയത്ത് അവളൊരു ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ കോർട്ട് ഒരിക്കലും അവളെ ഒരു വിറ്റ്നസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന് മാത്രമല്ല ഇത് കേൾക്കുന്ന പോലീസുകാർ പോലും അവളെ വിശ്വസിക്കാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. താൻ അവളുടെ ബ്രദറിന്റെ അലിബായ് ആണെന്ന് പറഞ്ഞിട്ട് ആരും തന്നെ അവളെ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനൊക്കെ ഇടയിൽ അവളുടെ ബ്രദർ തന്നെ താനാണ് ആ ഒരു മോഡൽസിനെ എല്ലാവരെയും കൊന്നതെന്ന് കൺഫ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അവരെല്ലാവരും തന്നെ ഷോക്ക്ഡ് ആവുകയാണ്. കാരണം ഓൾറെഡി ഒരു പ്രതി ഒരു ക്രൈമിനെ പറ്റി കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല ആ ഒരു മേഡറിനായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ ഒരു വെപ്പണും ഇവരുടെ വീട്ടിലത്തെ കിച്ചണിൽ നിന്നിട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ എവിഡൻസും അവളുടെ ബ്രദറിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് അവൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും അവൾ എങ്ങനെയെങ്കിലും ഈ ഒരു കേസിന് ഹെൽപ്പ് ചെയ്യണമെന്നും മൂൺ അവരോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കും അത് തള്ളികളയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് അവർ പ്രോമിസ് ചെയ്യുകയും വീട്ടിലേക്കൊക്കെ എത്തിയതിനു ശേഷം മൂണിന്റെ ആ ഒരു ബ്രദറിനെ പറ്റി നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവൻ 2 സൂപ്പർ മോഡൽസിനെ കൊന്ന രീതിയിലാണ് ന്യൂസ് പോയിരിക്കുന്നതെന്ന് അവർ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വർക്കിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ബാത്ത് ടബിൽ മരിച്ച നിലയിൽ രണ്ടുപേരെയും കണ്ടതെന്നും അവര് മരിക്കുന്നേക്കാളും മുമ്പ് 2 പേരുടെയും ഫോൺ കോള് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരെ 2 പേരെയും ഏറ്റവും അവസാനമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ഈ മൂണിന്റെ ബ്രദർ തന്നെയാണെന്ന് അറിയുമ്പോൾ അതുകൊണ്ടായിരിക്കാം അവനൊരു സസ്പെക്ട് ആയതെന്ന് അവര് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മൂണിന്റെ ബ്രദർ അല്ലെങ്കിൽ മറ്റാരായിരിക്കും അവരെ 2 പേരെയും ഇങ്ങനെ കൊല്ലാനായിട്ട് ഇത്രയും ദേഷ്യം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു മോഡലിംഗ് ഏജൻസിയിൽ അവര് 2 പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മോഡലായിട്ട് അറിയപ്പെട്ട് അതിന്റെ പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നത് ജൂ എന്ന് പറയുന്ന ഒരു മോഡലിനാണെന്ന് അറിയുന്നവര് ആ ഒരു ഏജൻസിയിൽ പോയിട്ട് കാര്യങ്ങൾ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആ 2 മോഡൽസും ആ ഒരു ഏജൻസിയുടെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിരുന്നുവെന്നും അവരുടെ 2 പേരുടെയും മരണം ആ ഒരു ഏജൻസിക്ക് അത്രമാത്രം നഷ്ടമുണ്ടാക്കിയതെന്നും ആ ഒരു ഏജൻസിയുടെ പ്രസിഡന്റ് പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ അവിടുത്തെ സൂപ്പർ മോഡലായിട്ട് നിൽക്കുന്ന ജൂ എന്ന് പറയുന്ന മോഡല് അവരുടെ അത്രയും പോരാന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതേസമയം സാൻ ആകട്ടെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു മോഡലിന്റെ പേഴ്സണൽ ഡോക്ടറെയൊക്കെ കാണാൻ ചെന്നിട്ട് ആ ഒരു മോഡലിനെ പറ്റി എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ റെസ്റ്റിലായിട്ട് ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നെന്നും അതിൽ ഒരു മുറിവ് നോക്കുന്ന സമയത്ത് എന്തോ ഡ്രില്ല് കൊണ്ട് കുത്തിയ മാതിരി ഉള്ള ഒരു മുറിവായിരുന്നു അതെന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് ആ ഒരു ബ്ലൈൻഡ് ലേഡിയുടെ വീട്ടില് ഇവർ പോയ സമയത്ത് അവിടെ വെച്ച് അവൻ കണ്ട ഒരു ഡ്രില്ല് സാം പെട്ടെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടിയിട്ട് ആ ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ജൂ എന്ന് പറയുന്ന ആ ഒരു മോഡലിനെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് അവരെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും തനിക്ക് അറിയില്ലെന്നും പക്ഷെ മരിച്ച സമയത്ത് അതിലൊരു മോഡല് ഈ മൂണിന്റെ ബ്രദറിന്റെ പേര് എഴുതി വെക്കുകയും അങ്ങനെ അയാൾ ഒരു സസ്പെക്ട് ആയിട്ട് മാറുകയായിരുന്നു എന്ന് പറയുമ്പോൾ യങ് ആകട്ടെ ഈ ഒരു കേസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഫോട്ടോസും കളക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ അവളുടെ ബ്ലഡ് കൊണ്ട് തന്നെ MM എന്ന് എഴുതിയിരിക്കുന്നത് മൂണിന്റെ സർനെയിം കൂടി ചേർത്ത് എഴുതിയിരിക്കുന്നതായിരിക്കാമെന്ന് സാൻ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല മൂണിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് മരണം നടന്ന അന്ന് രാത്രി അവളുടെ ബ്രദർ
വീട്ടിൽ വെച്ച് തന്നെ കുറെ ഫോട്ടോസ് ഒക്കെ സെറ്റ് ചെയ്യായിരുന്നു എന്നും അതൊക്കെ താൻ കേട്ടതാണെന്നും മൂൺ പറഞ്ഞത് സാൻ ഓർത്തിട്ട് ഇനി അവിടെയെങ്ങാനും വല്ല എവിഡൻസ് എങ്ങാനും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് അവർ ആ ഒരു വീടിന്റെ അകത്ത് കയറിയിട്ട് അവളുടെ വീടിന്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു ഡ്രില്ലും ഈ ഫോട്ടോസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഒരു റൂമിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നിറയെ കുറെ ലേഡീസിന്റെ കാലിന്റെ ഫോട്ടോസ് ആണ് നിറയെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നതെന്നും അവര് കാണുന്നുണ്ട്. മാത്രമല്ല അവിടെ നിന്ന് ഇറങ്ങുന്നേക്കാളും മുമ്പ് അവരൊരു ക്യാമറ എടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്യാമറയിൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും കിട്ടാതെ അവരതിന്റെ SD കാർഡ് എടുത്തിട്ട് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു SD കാർഡ് ശരിക്കും ആ ഒരു ക്യാമറയുടേത് അല്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വീണ്ടും കുറെ ഡൗട്ടുകളൊക്കെ ആകുമ്പോൾ അവർ ക്രൈം സീൻ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൾ മരിച്ചു കിടന്ന് ആ ഒരു വാഷ്റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോഴാണ് അവിടുത്തെ ബ്ലഡിന്റെ ഒക്കെ സ്മെല്ല് കേട്ടിട്ട് അവൻ വീണ്ടും ഒരു വാമ്പയർ ആയിട്ട് മാറുന്നതും അവന്റെ ആ ഒരു വാമ്പയർ ആയ പവറോട് കൂടിയിട്ട് അന്ന് അവിടെ എന്താ നടന്നതെന്ന് അവൻ കാണുന്നുണ്ട്. അതില് ഒരു ലേഡിയുടെ കൈ വന്ന് ഷോക്ക് ചെയ്തിട്ടാണ് ആ ഒരു മോഡലിനെ കൊന്നതെന്നും അങ്ങനെ മരിച്ചു വീഴുന്ന സമയത്ത് ആ ഒരു ഗ്ലാസ്സിലായിട്ട് വി എന്നാണ് അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും പിന്നീട് രണ്ട് സൈഡിലും ബ്ലഡ് വന്ന് വീണപ്പോഴാണ് അത് M ആയിട്ട് പോയതെന്നും അവൻ അവന്റെ വാമ്പയർ പവറിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഇക്കാര്യങ്ങളെല്ലാം അവൻ ബാക്കി രണ്ടുപേരോടും പറഞ്ഞിട്ട് അത് ശരിക്കും ഒരു ലെറ്റർ ആയിട്ട് തനിക്ക് തോന്നുന്നില്ലെന്നും ആ വി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡ്രോയിങ് ആണെന്നും അവരോട് പറയാണ്. ഒരു പക്ഷേ അവൾ മരിക്കുന്നേക്കാളും മുമ്പ് അവൾ അറ്റാക്ക് ചെയ്യാമെന്ന ആ ആൾ ഉപയോഗിച്ച ഒരു വെപ്പണായിട്ടായിരിക്കും അവൾ അത് ഡ്രോയിങ് വരച്ചിരിക്കുന്നതെന്നും പിന്നീട് ആ ഒരു വെപ്പന്റെ പാടുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നൈഫ് ഉപയോഗിച്ച് അവിടെ ഇവിടെയൊക്കെ അവളെ മുറിഞ്ഞിട്ട് പാടുകൾ വരുത്തിയതെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നതിന് വേണ്ടിയിട്ട് അവൻ ജയിലിൽ ചെന്ന് മൂണിന്റെ ബ്രദറിനെ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ വെറുതെ നീ കൈ കടത്തണ്ടെന്നും അവരെ കൊന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൻ പോവാൻ നിൽക്കുന്ന സമയത്ത് സാൻ അവനെ ആ ഒരു വി എന്ന ഒരു മാർക്ക് കാണിച്ച് ഇതെന്താണെന്ന് നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ വളരെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. ഇതേ സമയം ഹങ് ആകട്ടെ ഡിറ്റക്റ്റീവുമായിട്ട് കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കിലിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മൂണിന്റെയും അവളുടെ ബ്രദറിന്റെയും അവള് ബ്ലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് ശരിക്കും ഈ മൂൺ ഹീജൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബ്രദർ അല്ലല്ലോ ജയിലിൽ കിടക്കുന്ന അവൻ എന്ന ഒരു ഡിറ്റക്റ്റീവ് പറയുമ്പോൾ അത് കേട്ട് ഹങ് വളരെ ഷോക്ക്ഡ് ആവാണ്. ഈ സമയത്താണ് ശരിക്കും ഈ മൂൺ ഹീജൻ എന്ന് പറയുന്നത് അവന്റെ സിസ്റ്റർ ഒന്നല്ലെന്നും അവള് ശരിക്കും ഒരു മോഡൽ ആയിരുന്നുവെന്നും പിന്നീട് ഒരു ആക്സിഡന്റിന് സംഭവിച്ച് അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട സമയത്ത് ആ ഒരു ഫോട്ടോഗ്രാഫർ അവളെ ആക്സെപ്റ്റ് ചെയ്ത് പിന്നെ അവളെ നോക്കിയതൊക്കെ അയാളാണെന്ന് ആ ഒരു ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്. എന്നിട്ട് ഈ മൂൺ ഹീജിന്റെ ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്നത്. അതായത് ഇപ്പൊ മൂൺ ഹീജിൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ഒരു മോഡലിന്റെ ഫോട്ടോയാണ് ഡിറ്റക്റ്റീവ് ഹ്യങ്ങിന് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട് വളരെ ഷോക്ക്ഡ് ആയിട്ട് ഹ്യങ് ഈ ഒരു ഫോട്ടോ നേരെ തന്നെ ജയിലിലിരുന്ന് അയാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാനിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാരാണെന്ന് സാൻ അയാളോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് അതാണ് മോഡലായിട്ടുള്ള ഹീജൻ എന്ന് ആ ഒരു പ്രതി പറയുന്ന സമയത്ത് ഇത് കേട്ട് സാനും വളരെയധികം ഷോക്ക്ഡ് ആയിട്ട് ഇതാണ് മൂൺ ഹീജൻ എങ്കിൽ ഇപ്പൊ നിന്റെ വീട്ടിലുള്ളത് ആരാണെന്ന് അവനോട് ചോദിക്കുകയാണ്. ഇതേ സമയത്താണ് ആ ഒരു വീട്ടിലുണ്ടായിരുന്ന ക്യാമറയിലൂടെ ആ ഒരു ക്യാമറയിലുണ്ടായിരുന്ന പിക്ചർ അവന് കിട്ടുന്നത്. അതില് ബ്ലൈൻഡ് ആയിട്ടുള്ള മൂണാണെന്ന് പറഞ്ഞ് അവരെ കവിളിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു ലേഡിയും അവളുടെ വായിലായിട്ട് രണ്ട് വലിയ പല്ലുകളുമുള്ള ഒരു ഫോട്ടോ സാനിന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ ഈ ഒരു പെണ്ണിനെ നിങ്ങൾക്കറിയോന്ന് പറഞ്ഞ് സാന് ആ ഒരു പ്രതിക്ക് ഈ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ അത് ഒരു വാമ്പയർ ആണെന്നും ഇവളാണ് എന്നെ കമ്പൽ ചെയ്ത് ഈ ഒരു കുറ്റം ഞാൻ ഏൽക്കണമെന്നും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മൂൺ ഹീജിനെ ഞാൻ കൊല്ലുമെന്നും ആ ഒരു വാമ്പയർ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ ഇതൊക്കെ സംബന്ധിച്ചതെന്നും ആ ഒരു പ്രതി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വളരെയധികം സാൻ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഇത്രയും നാള് അവള് ബ്ലൈൻഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ലേഡി ശരിക്കും ഒരു വാമ്പയർ ആണെന്നും അവള് തന്നെയാണ് ഈ രണ്ട് കൊലപാതകങ്ങളും ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ പാവം ഒരു ഫോട്ടോഗ്രാഫറിനെ പ്രതിയാക്കി മാറ്റിയിട്ട് അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബ്ലൈൻഡ് ആയ യഥാർത്ഥ മൂൺ ഹീജിനെ ഇപ്പൊ കിഡ്നാപ്പ് ചെയ്ത് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവന് ഈ ഒരു വാമ്പയറിന്റെ ഫോൺ കോൾ കിട്ടുന്നുണ്ട്. അതില് ടേസിക്കിന്റെ ആ ഒരു വില്ലിനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടുപിടിച്ച പോലെ അവൻ സോൾവ് ചെയ്തതും അവന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള യൂജിൻ അവന് ചെസ്റ്റിൽ വെടിവെച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വാമ്പയർ അവന്റെ അടുത്ത് പറയുമ്പോൾ ഇത് കേട്ട് ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് പറഞ്ഞ് അവൻ വളരെയധികം ഷോക്ക്ഡ് ആവുന്നുണ്ടെന്ന് മാത്രമല്ല ഇപ്പോഴും യൂജിൻ നിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലെന്ന് അവൾ പറയുമ്പോൾ പെട്ടെന്ന് സാൻ ഇമോഷണൽ ആകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് യൂജിനെ പറ്റിയിട്ടല്ല, പക്ഷെ ശരിക്കത്തെ ബ്ലൈൻഡ് ആയിട്ടുള്ള മൂൺ ഹീജിനെ പറ്റിയിട്ടാണ് നീ അന്വേഷിക്കേണ്ടതെന്നും 1 മണിക്കൂറിനുള്ളിൽ നീ അവളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നീട് അവളുടെ ഡെഡ് ബോഡി ആയിരിക്കും നിനക്ക് കിട്ടാന്ന് പറഞ്ഞ് ആ ഒരു വാമ്പയർ ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് അവൾ മൂണിനെ ചെന്ന് ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് അവളോട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാര്യം അവൾ ഇപ്പോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു ഫോട്ടോഗ്രാഫർ അല്ല ആ 2 മോഡൽസിനെ കൊന്നതെങ്കിലും ഇവള് വിചാരിച്ചിരുന്ന പോലെ അത്ര നല്ലൊരാളായിരുന്നില്ല ആ ഒരു ഫോട്ടോഗ്രാഫർ. കാരണം ഇവളറിയാതെ തന്നെ പലപ്പോഴും അയാൾ ഇവളെ ഫോളോ ചെയ്ത്
ഇവളുടെ കാലിന്റെ പിക്ചേഴ്സ് ഒക്കെ എടുത്ത് ഇവളോട് അത്രയും ഫീലിങ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവളെ ഇടയ്ക്ക് സ്റ്റോക്ക് ചെയ്ത് ഒരു വട്ടം അവൾ ഫ്ലാറ്റിൽ കയറുന്ന സമയത്ത് അവളെ ക്ലോറോഫോം ഒക്കെ വെച്ച് ബോധം കെടുത്തിയിട്ട് മയങ്ങിക്കിടന്ന അവളുടെ കണ്ണില് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിനായിട്ടുള്ള ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് മനഃപൂർവ്വമാണ് അവളുടെ കാഴ്ചശക്തി നശിപ്പിച്ചതെന്നും പിന്നീട് അവളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ അഭിനയിച്ച് അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയെന്നും ആ ഒരു വാമ്പയർ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ആകെ ഷോക്ക്ഡ് ആയിട്ട് ഇരിക്കുകയാണ് മൂണ്. ഇതേ സമയം തന്നെ സാനു ഹ്യങ് കൂടിയിട്ട് എങ്ങനെയൊക്കെയോ അവളെ രക്ഷപ്പെടുത്താനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയ്ക്ക് മുകളിലായിട്ട് ഒരു ബോംബ് സെറ്റ് ചെയ്തതായിട്ട് ഹ്യങ് കണ്ട് സാനിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറയുമ്പോൾ സാൻ മൂണിനെയും കൂട്ടിയിട്ട് അവളെ രക്ഷിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അതൊരു ബോംബൊന്നും അല്ലായിരുന്നെന്നും കുറെ പേപ്പർ ബിറ്റ്സ് ആണെന്നും അവര് മനസ്സിലാക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഒറ്റയ്ക്ക് നിന്നിരുന്ന നമ്മുടെ വൂളിന്റെ അടുത്തേക്ക് ആ ഒരു വാമ്പയർ വന്നിട്ട് ഞാൻ കെട്ടിച്ചമച്ച കഥകളെല്ലാം നീ വിശ്വസിച്ചതുകൊണ്ട് നിന്നെ ഞാൻ തൽക്കാലം ഉപദ്രവിക്കുന്നില്ലെന്നും പക്ഷെ ഇനി മുതൽ നീ ആരെയും വിശ്വസിക്കരുതെന്നും മരിച്ചുപോയ നിന്റെ ബ്രദറിനെ എനിക്കറിയാമെന്നും ഞങ്ങൾ തമ്മിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാമ്പയർ അവിടെ നിന്ന് പോകുമ്പോൾ തിരിച്ചൊന്നും തന്നെ ചെയ്യാൻ പറ്റാതെ എന്തൊക്കെ വില കൊടുത്തായാലും അവളെ കണ്ടുപിടിക്കണമെന്ന് ഉറച്ച് തീരുമാനിച്ച് നിൽക്കുകയാണ് വൂള്. അങ്ങനെ അടുത്ത സീനിൽ അവൻ ബ്ലൈൻഡ് ആയിട്ടുള്ള മൂൺ ഹീജിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ആ ഒരു വാമ്പയർ പറഞ്ഞു തന്ന സത്യങ്ങളെല്ലാം അവള് സാനിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവൻ ഇറങ്ങുന്ന സമയത്താണ് വീണ്ടും ആ ഒരു വാമ്പയറിന്റെ കോള് അവന് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് തന്റെ പേര് യോന എന്നാണെന്നും തന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള യൂജിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ CCTV ചെക്ക് ചെയ്യാനും ആ ഒരു വാമ്പയർ പറയുമ്പോൾ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള യങ്ങിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവൻ ആ CCTV വിഷ്വൽസ് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ആ CCTV വിഷ്വൽസ് നോക്കുന്നതിന്റെ ഇടയിലാണ് ആ ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് യൂജിൻ എത്തിയിട്ടുണ്ടായിരുന്നുവെന്നും വളരെ സീക്രട്ട് ആയിട്ട് തന്നെ ബ്ലൈൻഡ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ആ ഒരു വാമ്പയറിന്റെ ഫോട്ടോസൊക്കെ യൂജിൻ അവളുടെ ക്യാമറയിൽ എടുത്തിട്ട് പിന്നീട് ആ ഒരു SD കാർഡ് കൊണ്ടുവന്നിട്ട് ആ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ക്യാമറയിൽ വെച്ചിട്ട് അവൾ ശരിക്കും ഒരു വാമ്പയർ ആയിരുന്നു എന്ന ആ ഒരു ന്യൂസ് സാനിനെ അറിയിച്ച് അവനെ ഹെൽപ്പ് ചെയ്യായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്ന ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകൾ വഴി ഞങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ.